തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്ന സമഗ്ര രാഷ്ട്രീയ വിശകലന ചർച്ച തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന എക്സിറ്റ് പോളുകളെ കുറെ കൂടി വിശദമായി പരിശോധിക്കേണ്ട ഒരു ഘട്ടമായി എന്ന് തോന്നുന്നു. കാരണം കുറെ കൂടി വ്യക്തതയോടുകൂടിയുള്ള വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതുവരെ വന്ന 3 എക്സിറ്റ് പോൾ ഫലങ്ങളും കേരളത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതു ഭരണത്തിന് സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് കേരളത്തിൽ ഇടതുപക്ഷം 88 മുതൽ 101 സീറ്റ് വരെ നേടുമെന്ന് പ്രവചിക്കുന്നു. UDFന് 38 മുതൽ 41 സീറ്റുകൾ വരെയാണ് ഈ സർവേ പറയുന്നത്. BJPക്ക് 0 മുതൽ 3 വരെയും മറ്റുള്ളവർക്ക് 1 മുതൽ 4 സീറ്റ് വരെയും ഈ സർവേ പ്രവചിക്കുന്നുണ്ട്. LDFന് 43% വോട്ടും UDFന് 35% വോട്ടും BJPക്ക് 11% വോട്ടുമാണ് ഈ സർവേ പ്രവചിക്കുന്നത്. LDF 74 മുതൽ 82 സീറ്റ് വരെ നേടി അധികാരത്തിലെത്തുമെന്ന് സി വോട്ടർ സർവേ പ്രവചിക്കുന്നു. UDFന് 54 മുതൽ 62 സീറ്റ് വരെയാണ് ഈ സർവേ പറയുന്നത്. NDAക്ക് 4 സീറ്റ് വരെ ലഭിക്കുമെന്നും സി വോട്ടറിന്റെ സർവേ പറയുന്നുണ്ട്. LDF 78 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് ഇന്ത്യ TV പുറത്തുവിട്ട എക്സിറ്റ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. UDFന് 58ഉം BJPക്കും മറ്റുള്ളവർക്കും 2 സീറ്റുകൾ വീതവുമാണ് ഈ സർവേയും പ്രവചിക്കുന്നത്. ഈ സർവേയുടെ അടിസ്ഥാനത്തിലുള്ള കൂടുതൽ വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ നമ്മളുടെ പാനലിൽ മുഹമ്മദ് റിയാസ്, CPM നേതാവ് മുഹമ്മദ് റിയാസും BJP നേതാവ് TG മോഹൻദാസും കൂടി ചേരുന്നുണ്ട്. ആദ്യം ശ്രീ TG മോഹൻദാസ്, ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഒരു BJP നേതാവിനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആ ഘട്ടത്തിൽ താങ്കൾ ഉണ്ടായിരുന്നില്ല. ഈ സർവേയുടെ വിശദാംശങ്ങൾ താങ്കൾ ഇപ്പോൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. BJP അല്ലെങ്കിൽ NDA അവർ അവകാശപ്പെട്ടതുപോലെയുള്ള ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്ന് ഈ സർവേ മാത്രം കണക്കിലെടുത്ത്, ഈ സർവേ ഒരു സൂചന എന്ന നിലയിൽ മാത്രമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്, ആ സൂചന കണക്കിലെടുത്ത്, ഈ സർവേയുടെ വിവരങ്ങൾ കണക്കിലെടുത്ത് അത്തരം ഒരു മുന്നേറ്റം BJP ഒക്കെ പ്രതീക്ഷിച്ച പോലെ ഒരു മുന്നേറ്റം നടത്തിയെന്ന് പറയാൻ കഴിയുമോ? വിജയകുമാർ, ആ റീഡിങ് കറക്റ്റാണ്. എക്സിറ്റ് പോളിൻ്റെ ഒരു റിസ്ക് ഇരിക്കട്ടെ, അത് നമുക്കെല്ലാം അറിയാമല്ലോ. എക്സിറ്റ് പോളിന് കുറേ പോരായ്മകൾ, ഫാക്ടർ ഓഫ് എറർ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ കിട്ടിയ എക്സിറ്റ് പോൾ ശരിയാണ് എന്ന് വിശ്വസിച്ചാണ് നമ്മൾ ചർച്ചയ്ക്കിരിക്കുന്നത്. അപ്പോൾ ആ റിസ്ക് ഫാക്ടർ നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയാം, ഇതാണ് റിസൾട്ട് എങ്കിൽ തീർച്ചയായിട്ടും NDA പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് അല്ല. 0 മുതൽ 4 വരെ എന്ന് പറയുമ്പോൾ 4 വരെ ആകാം. പലപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പലരും പ്രവചിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഒരു ഫിഗറാണ് 4. ഞങ്ങളതിലൊട്ടും തൃപ്തരല്ല എന്നുള്ളതും സത്യമാണ്. 4 ഞങ്ങൾക്ക് കിട്ടുന്ന സീറ്റും ഈ പറഞ്ഞ പോലെ 11% ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്ട്രാറ്റജി പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കണം. അത് റീവർക്ക് ചെയ്യാൻ തുടങ്ങുകയും വേണം. റൈറ്റ്, അതാണ് നമുക്ക് വിജയകുമാർ, ചില രസകരമായ വസ്തുതകൾ കൂടിയുണ്ട്. ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ സർവേയിൽ, ഇന്ത്യ ടുഡേക്ക് വേണ്ടി നടത്തിയ സർവേയിൽ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സംസ്ഥാനത്ത് കോൺഗ്രസ് 17 സീറ്റിൽ ഒതുങ്ങുകയും മുസ്ലിം ലീഗ് 18 സീറ്റുമായി UDFിലെ ഒന്നാമത്തെ കക്ഷിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രവചനമാണ്. ഇത് മാത്രമല്ല, UDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ പരാജയമുണ്ടാകും എന്നാണ് അവർ പ്രവചിക്കുന്നത്. ഒപ്പം ദക്ഷിണ കേരളത്തിൽ LDFിന് വേണ്ടി ഒരു തരംഗമുണ്ടാകും എന്ന് ആക്സിസ് മൈ ഇന്ത്യ പറയുകയാണ്. ഇതൊന്നും തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ടതില്ല. അവരുടെ കണ്ടെത്തൽ ഇങ്ങനെയാണ്: തിരുവനന്തപുരത്ത് 14 സീറ്റ് വരെ LDF നേടിയേക്കാം. 9 സീറ്റുകൾ അവർക്ക് ഉറപ്പാണ് എന്ന് പറയുന്നു. 9 മുതൽ 14 സീറ്റുകൾ വരെ LDFന്, 0 മുതൽ 2 സീറ്റുകൾ വരെ UDFന്, 0 മുതൽ 2 സീറ്റുകൾ വരെ BJPക്ക്. ഇങ്ങനെയാണ് ആക്സിസ് പറയുന്നത്. കൊല്ലത്ത് സമാനമായ അവസ്ഥയാണ്. 10 മുതൽ 11 സീറ്റ് വരെ LDF നേടിയേക്കാം. UDFന് 0 മുതൽ 1 സീറ്റ് വരെ. ഭാഗ്യത്തിന് 1 സീറ്റ് കിട്ടിയാലായി കൊല്ലത്ത് എന്നുള്ളതാണ് UDFിൻ്റെ നില. പത്തനംതിട്ട, UDFിൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ പത്തനംതിട്ടയിൽ LDFന് 4 സീറ്റും UDFിന് 1 സീറ്റുമാണ് ആക്സിസ് പറയുന്നത്. വയനാട്ടിൽ സമാനമായ രീതിയിൽ UDFിൻ്റെ ശക്തി കേന്ദ്രമാണല്ലോ, അവിടെ 3 സീറ്റും LDF നേടാം. അതേസമയം തന്നെ UDFിന് 2 സീറ്റ് കിട്ടാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. പാലക്കാട് 9 മുതൽ 11 സീറ്റുകൾ വരെ ഇടതുമുന്നണി നേടാം എന്നാണ് ആക്സിസ് പറയുന്നത്. തൃശ്ശൂരിൽ ഇടതുമുന്നണി വലിയ മുൻതൂക്കമുണ്ടാക്കും. 12 സീറ്റുകൾ ഇടതുമുന്നണിക്ക് കിട്ടുമ്പോൾ കോൺഗ്രസിന് കിട്ടുക 1 സീറ്റാണ് എന്ന് പറയുന്നു ഈ സർവേ ഏജൻസി. മലപ്പുറം ആണ് UDF പിടിച്ചു നിന്നിട്ടുള്ള സംസ്ഥാനത്തെ ഏക ജില്ല. അവിടെ 13 സീറ്റ്
UDF സംവിധാനത്തിലായിരിക്കും. മുസ്ലിം ലീഗിന് അവിടെ പരുക്കേൽക്കില്ല എന്ന് പറയുന്നു. 3 സീറ്റാണ് LDFന് കിട്ടുക. അതായത് നിലവിലുള്ള 2 സീറ്റിനൊപ്പം ഏതെങ്കിലും ഒരു സീറ്റ് കൂടി കിട്ടിയാലായി എന്നുള്ളതാണ് മലപ്പുറത്ത് ഈ സർവേ ഏജൻസി പറയുന്നത്. എറണാകുളമാണ് നമ്മളെ അമ്പരപ്പിക്കുന്ന റിസൾട്ട് നൽകുന്ന ഒരു ജില്ല. അവിടെ 9 മുതൽ 10 സീറ്റുകൾ വരെ LDFന് പ്രതീക്ഷിക്കാം. 4 മുതൽ 5 സീറ്റ് വരെയേ UDF പ്രതീക്ഷിക്കേണ്ടുവെന്ന് ആക്സിസ് ഇന്ത്യ ടുഡേ സർവേ പറയുന്നു. പ്രേക്ഷകർ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഇത് പ്രൊജക്ഷൻസ് മാത്രമാണ്. നമ്മൾ 19-ാം തീയതി റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ ഒരു പക്ഷേ തികച്ചും വിഭിന്നമായ സാഹചര്യമാകാം ഉണ്ടാവുക. ശ്രീ KN ഖാദർ കൂടി ഈ ഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ KN ഖാദർ, ലീഗ് UDFിലെ മുഖ്യ കക്ഷിയായേക്കാം സീറ്റുകളുടെ എണ്ണത്തിൽ എന്നാണ് ഒരു സർവേ പറയുന്നത്. പക്ഷേ ലീഗ് പരമ്പരാഗതമായ ശക്തി കേന്ദ്രങ്ങളിൽ മലപ്പുറത്ത് ശക്തി നിലനിർത്തുമ്പോൾ തന്നെ ലീഗിൻ്റെ 2 മന്ത്രിമാർക്ക് MK മുനീറിനും VK ഇബ്രാഹിം കുഞ്ഞിനും തോൽവി അറിയേണ്ടി വരും എന്നും പറയുന്നു. ഇത് അതിശയോക്തിപരമാണോ അതോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയേക്കുമെന്ന് ആശങ്കപ്പെടുന്നുണ്ടോ? ഇല്ല, അത് തീർത്തും അതിശയോക്തിപരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ സീറ്റുകൾ നഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ഈ തവണ ചില സീറ്റുകൾ കോഴിക്കോട് ജില്ലയിലും ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റത് അതിശയോക്തിപരമായിട്ടുള്ളൊരു സങ്കല്പമാണ്. ഞങ്ങളുടെ സീറ്റ് കുറയും എന്നും ഈ 2 മന്ത്രിമാർക്കും പരാജയം അനുഭവിക്കേണ്ടി വരുമെന്നും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അത് ഈ എക്സിറ്റ് പോൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഡ്രീം പോളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു റിയാലിറ്റി ബേസ്ഡ് അല്ലാത്ത രീതിയിലാണ് എക്സിറ്റ് പോൾ ചിലതൊക്കെങ്കിലും വന്നിട്ടുള്ളത്. പിന്നെ ഈ മാർജിൻ പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയും LDFും തമ്മിലുള്ള ഈ മാർജിൻ, അത് ഏത് മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിലും ഈ എക്സിറ്റ് പോളിലൊന്നും പറഞ്ഞതുപോലുള്ള യാതൊരു മാർജിനും സാധ്യതയില്ല. UDF തന്നെ ഒരു 80-ൽ താഴെ സീറ്റ് വാങ്ങി വിജയിച്ചു വരും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ UDFിലെ ഒന്നാമത്തെ കക്ഷി ലീഗാകാനുള്ള സാധ്യത ഒട്ടും ഇല്ലതാണ്. മറ്റത് വളരെ വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ളൊരു വെർഷനാണ് എന്നാണ് ഈ പ്രവർത്തകന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ. തീർച്ചയായും KN ഖാദർ, അങ്ങ് ഇക്കാര്യം സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന് തീർത്തും ഘടകവിരുദ്ധമായ ഒരു സർവേ ഫലം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ന്യൂസ് നേഷൻ നടത്തിയ സർവേയിൽ കേരളം ഒരു തൂക്കുസഭയിലേക്ക് നീങ്ങുമെന്ന സൂചനയാണുള്ളത്. അതിൽ LDF 70 സീറ്റുകൾ നേടി ഏറ്റവും വലിയ മുന്നണിയാകുമെന്ന് പറയുമ്പോൾ UDFന് 69 സീറ്റ് കിട്ടും, BJPക്ക് 1 സീറ്റാണ് കിട്ടുക എന്നും പറയുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായാൽ രസകരം എന്നേ പറയേണ്ടൂ. പിന്നെ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പുറകെ നടക്കലായിരിക്കും ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പണി. LDFന് 79, UDFന് 69, നെക്കൻ നെക്കാണെന്ന് പറയുന്നു ന്യൂസ് നേഷന്റെ സർവേ. അതേസമയം LDFന് 101 സീറ്റ് കിട്ടാമെന്ന് പറയുന്നു ആക്സിസ് ഇന്ത്യ. ഇതൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ 19-ാം തീയതി വരുമ്പോൾ ഫലം വരുമ്പോഴുള്ള യാഥാർത്ഥ്യവും. ശ്രീ മുഹമ്മദ് റിയാസ് കൂടിയുണ്ട് കോഴിക്കോട്. ശ്രീ റിയാസ്, ഏത് സർവേയാണ് വിശ്വസിക്കുന്നത്? ഈ 102 സീറ്റൊക്കെ നേടി ജയിക്കുക എന്നുള്ളത് നടക്കുമോ? എന്തായാലും 70 സീറ്റിൽ താഴെ പോകും എന്ന് ഇതുവരെ ഒരു സർവേയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അത്രയും ആശ്വസിക്കാം. ഒന്ന്, എക്സിറ്റ് പോളുകൾ എക്സാക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ എക്സിറ്റ് പോളുകളിലൊക്കെ തന്നെ നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന സർവേ പറഞ്ഞതുപോലെ ഇടതു തരംഗമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണോ? പക്ഷെ അതിലിപ്പോൾ ഈ എക്സിറ്റ് പോൾ പറഞ്ഞത്ര സീറ്റ് മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിട്ടൂ എന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല. 100ന്റെ അപ്പുറത്തേക്ക് കടക്കും എന്നാണ് തെരഞ്ഞെടുപ്പിന്റെ ഇന്നത്തെ ദിനത്തിലെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കടുത്ത ഭരണവിരുദ്ധ വികാരം. നമ്മൾ 2-3 തവണയൊക്കെ വീട്ടിൽ പോയി സ്ക്വാഡ് പോയി വോട്ട് ചെയ്യാൻ വിളിച്ചു കൊണ്ടുവരുന്ന ആളുകൾ ഒരു തവണ പോലും പോകാതെ പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യുകയാണ്. അതായത് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണം. അപ്പം ഈ നിലയിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും, കേരളം മെയ് 19-ന് ഇടത് തരംഗ കൊടുങ്കാറ്റ് ആഞ്ഞു വീശും. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അതിൽ UDFിന്റെ കാര്യം വളരെ കഷ്ടമായിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന സീറ്റുകൾ പോലും UDFന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇതിൽ എനിക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ 2 മാസത്തെ ചർച്ചകളിൽ സ്ഥിരമായി പങ്കെടുത്ത ഒരാളെന്നുള്ള നിലക്ക് അന്നൊക്കെ സൂചിപ്പിച്ചത് ശരിയാവാൻ വേണ്ടി പോകുന്നുവെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് സംഘടനക്കകത്തുള്ള രാഷ്ട്രീയവൽക്കരണത്തിന്റെ പോരായ്മയുടെ ഭാഗമായി കോൺഗ്രസിന്റെ വോട്ട് ചോരും ഈ തെരഞ്ഞെടുപ്പിൽ. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, കോൺഗ്രസ് വോട്ട് 2ആയി ചോരും. ഒന്ന്, മൃദു ഹിന്ദുത്വ നിലപാട് കാരണം അത് BJPക്ക് കുറേയേറെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റും കോൺഗ്രസ് തകർന്നതുപോലെ വോട്ട് ചോരും BJPക്ക്. 2, കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൃദു ഹിന്ദുത്വ സമീപനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ മതനിരപേക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തേക്കും ചോരും. കോൺഗ്രസ് ഒരു കാലത്തും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലേക്ക് കേരളത്തിൽ
ഹരിയാനയിലെയും ഗുജറാത്തിലെയും ഉത്തർപ്രദേശിലെയൊക്കെ കോൺഗ്രസിന്റെ ഗതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി പോവും എന്ന് ഞാൻ വളരെ ദുഃഖത്തോടു കൂടി കോൺഗ്രസ് നേതാക്കന്മാരെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഈ എക്സിറ്റ് പോളിലും വരുന്നത്. മെയ് 19 വോട്ട് എണ്ണിക്കഴിഞ്ഞാലും വരാൻ വേണ്ടി പോകുന്നതെന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. BJP നരേന്ദ്രമോദി ഇവിടെ ക്യാമ്പ് ചെയ്തു, അമിത്ഷാ ക്യാമ്പ് ചെയ്തു. സ്ക്വാഡ്, സ്പെഷ്യൽ സ്ക്വാഡ്, ഡേഞ്ചറസ് സ്ക്വാഡ്, ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുക, അപകടകരമായ സ്ക്വാഡുകൾ, മത സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കാൻ നോർത്ത് ഇന്ത്യൻ മോഡൽ സ്ക്വാഡുകൾ ഈ കേരളത്തിൽ BJP പദ്ധതിയിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടും കേരളം ഗുജറാത്തോ ഉത്തർപ്രദേശോ ഹരിയാനയോ പോലെയുള്ള മണ്ണല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതും ശരിവെക്കുന്നതാണ് എക്സിറ്റ് പോൾ. അതിലേറെ ശരിവെക്കുന്നതായിരിക്കും വോട്ട് എണ്ണിയാലുള്ള സ്ഥിതി. കൊടുങ്കാറ്റ്, ഇടത് കൊടുങ്കാറ്റ്. ഈ ചാനൽ കാണുന്ന മുഴുവൻ ജനങ്ങളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഉറപ്പ് പറയുന്നു, മെയ് 19 ഭരണമാറ്റ ദിനമാണ്. UDF യാത്രയപ്പ് നൽകുന്ന ദിനമാണ്. ഇടത് കൊടുങ്കാറ്റ് ആഞ്ഞുവീശുന്ന ദിനമാണ്. കണക്കിലെടുത്തായിരിക്കും താങ്കൾ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ശ്രീ ജോണി നെല്ലൂർ, ഇപ്പോൾ 2011 70% കേരളത്തിലെ പോളിംഗ് നിരക്ക്. 2016 ഏറ്റവും ഒടുവിൽ വന്നത് 71%. ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നൽകുന്ന കണക്ക് 71%. കൂടി വന്നാൽ ഒരു 2% കൂടി കൂടിയേക്കാം, 73 74. പക്ഷേ അപ്പോഴും 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ശരാശരിയിലേക്ക് കേരളം എത്തുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വലിയ തോതിലുള്ള മത്സരം ഉണ്ടായിട്ടും തീ പാർന്ന പോരാട്ടം എന്നൊക്കെ നമ്മൾ പലകുറി വിശേഷിപ്പിച്ചിട്ടും വോട്ടർമാർ ആ നിലയിൽ അതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നത് ഒരു കാര്യം. അവിടെ ക്ഷീണം സംഭവിക്കുക UDF എന്നത് ഈ സർവേ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു അനുമാനം ഈ ഘട്ടത്തിൽ അതിലെത്തേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ മുന്നേറ്റം ഭയന്ന് ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ഇടതുമുന്നണിയുടെ ഭാഗത്തേക്ക് മാറി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട കാഴ്ചയ്ക്ക് സമാനമായ ഒരു കാഴ്ച ഇവിടെ കാണുന്നു എന്നത് ഈ സർവേ കണക്കിലെടുത്തുകൊണ്ട് മാത്രം ഞാൻ ആവർത്തിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ച ആയതുകൊണ്ട് പറയുന്നു. അതുകൊണ്ടാവാം ഒരുപക്ഷെ UDFന്റെ പരമ്പരാഗത ശക്തി ദുർഗങ്ങളടക്കം തകർന്നടിയുമെന്ന് ഈ സർവേ പറയുന്നത്. അത്തരമൊരു വിലയിരുത്തലിന് ഈ ഘട്ടത്തിൽ പ്രസക്തിയില്ലേ? ഒരു കാര്യം, ഈ സർവേ അതിൻ്റെ ഒരു വശത്തോടെ പോകട്ടെ. ഈ സർവേ ഫലം കണ്ടുകൊണ്ട് അതിനനുകൂലമായി പ്രതികരിക്കുകയും അതിൽ സന്തോഷം കൊള്ളുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ വോട്ടുകളെല്ലാം പെട്ടിക്കകത്ത് എത്തിയിരിക്കുന്നു. 19-ാം തീയതി വോട്ട് എണ്ണി കഴിയുമ്പോൾ ഇന്ന് സന്തോഷിക്കുന്നവർക്ക് ദുഃഖിക്കേണ്ടി വരും, വേറെ സംശയവും വേണ്ട. കേരളത്തിൽ ഒരു LDFന് അനുകൂലമായ ഒരു തരംഗമുണ്ട് എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ, റിയാസിനെ പോലുള്ള യുവസ്നേഹിതന്മാർ അത് പറയുമ്പോൾ തന്നെ അവർക്കറിയാം ഒരു തരംഗവും ഇല്ല. കേരളം അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച ഒരു പ്രവർത്തനം എന്നുള്ളതിന് ഞാൻ പറയട്ടെ, ഇവിടെ തരംഗമൊന്നുമില്ല. പക്ഷേ ഒരു വികസനം ഇവിടെ ഉണ്ടാകണം. ജോണി നെല്ലൂർ, ഞാൻ താങ്കൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു വാർത്ത വായിക്കാം. 68 മുതൽ 72 സീറ്റുകൾ വരെ UDFന് കിട്ടുമെന്ന് ന്യൂസ് നേഷൻ പറയുന്നു. അതായത് നേരിയ സാധ്യത LDFനേക്കാൾ കൂടുതൽ UDFനാണെന്ന് ഒരു പുതിയ സർവേ പറയുന്നു. 67 മുതൽ 71 സീറ്റുകൾ വരെ LDFന് കിട്ടാം എന്ന് ന്യൂസ് നേഷൻ പറയുന്നു. 2 സീറ്റുകൾ വരെ BJPക്ക് കിട്ടാം എന്നും. അങ്ങനെ ഒരു തൂക്കുസഭയുടെ സാധ്യതയും ഉണ്ട്. എന്നാലും ഒരല്പം UDFന് മുൻതൂക്കമുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ പുറത്തു വന്ന ഒരു സർവേ. അഭിലാഷ്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആദ്യത്തെ 101 എന്നൊക്കെ ഉള്ള ആ റിസൾട്ട് അല്ലെങ്കിൽ ആ പ്രവചനം അതെല്ലാം തികച്ചും അവിശ്വസനീയമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരു കാര്യം, ഇപ്പോൾ ബാലഗോപാൽ ആദ്യം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ റിയാസ് പറയുന്നു. ഈ രണ്ടുപേരും പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ പരാജയ ഭീതി ഇപ്പോഴും അവരുടെ മുന്നിലുണ്ട്. മുൻകൂർ ജാമ്യം എടുക്കാനുള്ളൊരു വ്യഗ്രതയും കാണുന്നുണ്ട്. കാരണം അവർ പറയുമ്പോൾ എന്താ പറയുന്നത്, BJPയും കോൺഗ്രസുമായി എന്തോ ഒരു ധാരണ ഇവിടെ ഉണ്ട് എന്ന് മുൻകൂട്ടി പലവട്ടം പിണറായി വിജയൻ അടക്കമുള്ളവർ, VS അടക്കമുള്ള ആളുകൾ പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോഴും അവർക്ക് വിജയിക്കാൻ കഴിയുമെന്നൊരു ഒരു ചിന്ത പോലും ഇല്ല. അതാണ് കേരളത്തിൽ. ഒരു കാര്യം ഞാൻ പറയാം, വളരെ വ്യക്തമായി പറയട്ടെ, ഈ 19-ാം തീയതി വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, വലിയ ഭൂരിപക്ഷമൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഒരു 74-75 സീറ്റ് വരെ UDFന് അനുകൂലമായി ലഭിക്കും എന്ന് തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നത് വെറും ഒരു UDFൻ്റെ പ്രവർത്തകനായതുകൊണ്ടല്ല ഞാൻ ആ വിശ്വാസം ഇവിടെ രേഖപ്പെടുത്തുന്നത്. വളരെ വ്യക്തമായി ആളുകളുമായി ആശയവിനിമയം നടത്തി അവരുടെ മനസ്സ് വായിച്ചറിഞ്ഞ് അതിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ സർവേ ഫലങ്ങളൊക്കെ വിശ്വസനീയമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും LDFന് അനുകൂലമായി ഒരു തരംഗം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അവരുടെ നേതാക്കന്മാർക്ക് പല സർവേകൾ പലത് പറയുന്നു എന്ന പ്രത്യേകതയുണ്ട്. തോൽക്കുന്ന മന്ത്രിമാർ, ആക്സിസ് പറയുന്ന മന്ത്രിമാർ KM മാണി, K ബാബു, MK മുനീർ, KP മോഹനൻ, KM മാണി എന്നിവരാണ്. എനിക്ക് ശ്രീ NMPSനോട് ചോദിക്കാനുള്ള ചോദ്യം, പല സർവേകൾ പലതാണ് പറയുന്നത്, വേണമെങ്കിൽ തീർത്തും ഘടകവിരുദ്ധമായ സർവേകൾ എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ ഈ സെഫോളജി അത്ര
വിപുലമായിട്ടൊന്നുമില്ല എന്ന് മാത്രമല്ല കേരളം പോലൊരു സംസ്ഥാനത്ത് സർവേ നടത്താൻ ഈ സാമ്പിൾ എടുത്ത് അവർ പറയുന്നതാണ് കേരളത്തിന്റെ പരിച്ഛേദമെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനും സാധിക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെ വെട്ടിപ്പൊട്ടിക്കുന്നത് വരെ കാത്തിരിക്കുകയായിരിക്കുമോ കൂടുതൽ ഉചിതം? അല്ല, വ്യക്തമായിട്ട് ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിന് അതുതന്നെയാണ് സാധ്യത. അതിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം അനുമാനങ്ങൾ നടത്തുന്നു, ചർച്ചകൾ നടത്തുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പും ആ തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു, ഇപ്പോഴുമൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിക്കുന്നത്, ജനങ്ങളുടെ രാഷ്ട്രീയ അവബോധവും രാഷ്ട്രീയമായിട്ടുള്ള സാക്ഷരതയും കുറയുന്നൊരു കാഴ്ച തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭരണവിരുദ്ധ വികാരം വരുന്ന തരത്തിലേക്ക് വലിയ അളവോളം അഴിമതി എന്ന് പറയുന്നത് വൻപിച്ച തോതിൽ നമ്മുടെ വികസനത്തിൻ്റെ കൂടെ വരുന്നതായിട്ടുള്ളൊരു ഘടകമായി വരികയാണ് ചെയ്യുന്നത്. വികസനം വരുന്നു, വലിയ തരത്തിൽ ഫണ്ട് ചെലവഴിക്കപ്പെടുന്നു, അതിൻ്റെ ഒരു നല്ല ശതമാനം കമ്മീഷനായിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കൈകളിലേക്ക് പോകുന്നു. ഇതൊക്കെ പൊതുജനം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വികസനത്തിൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ സമ്പന്നമായിട്ടും സമഗ്രമായിട്ടും മാറ്റിത്തീർക്കുക എന്നുള്ളതല്ല, പകരം പലതരം പദ്ധതികൾ, പ്രൊജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുവന്ന് അതിലൂടെ കമ്മീഷൻ അടിക്കുക എന്നുള്ളതാണ് എന്ന തിരിച്ചറിവ് കേരളത്തിലെ സമൂഹത്തിനുണ്ട് എന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന തരത്തിൽ ലോക മുതലാളിത്തത്തിൻ്റെ വലിയ തരത്തിലുള്ളതായിട്ടുള്ള സ്വാധീനത്തിലേക്ക് വഴുതി വീണിരിക്കുന്നതായിട്ടുള്ളൊരു സമൂഹം, അതേപോലെ തന്നെ മധ്യവർഗമായി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കേരളീയ സമൂഹം, ആ സമൂഹത്തിനകത്ത് വരുന്ന രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുള്ള ഒരു ഘട്ടം തന്നെയാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള പഠനങ്ങളിലേക്ക് പോകുന്നതിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തീർച്ചയായിട്ടും താല്പര്യം കുറവ് എന്നുള്ളത് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ നമ്മളുടെ പാനലിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എ സജീവൻ കൂടി ചേരുന്നു. ശ്രീ സജീവൻ, താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ താങ്കൾക്ക് ഒരു പക്ഷേ ഇതുവരെ വന്നിട്ടുള്ള എക്സിറ്റ് പോളിന്റെ വിശദാംശങ്ങൾ ലഭിച്ചു കാണും. 4 സർവേകളാണ് ഇതിനോടകം തന്നെ അതിന്റെ റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ 3 എക്സിറ്റ് പോൾ പ്രവചനങ്ങളും കേരളത്തിൽ ഇടതു മുന്നേറ്റം സൂചിപ്പിക്കുന്നു. ഒരെണ്ണം ഒരു കുറച്ച് കൗതുകമുള്ള ഒരു റിസൾട്ടാണ് തരുന്നത്. അത് ഒരു തൂക്ക് നിയമസഭയാണ് കേരളത്തിൽ പ്രവചിക്കുന്നത്. പക്ഷേ ഒരു നേരിയ എഡ്ജ് അവിടെ UDF ഉണ്ട് എന്ന് ആ സർവേയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ആദ്യം തന്നെ താങ്കൾ എങ്ങനെയാണ് ഈ റിസൾട്ടിനെ ഒന്ന് പ്രാഥമികമായി വിലയിരുത്തുന്നത്? ഞാൻ ഈ 4 സർവേകളിലും ഒരു സർവേ മാത്രമാണ് വ്യത്യസ്തം എന്ന് പറഞ്ഞു. ആ LDF മുൻതൂക്കമുണ്ടെന്ന് പറയുന്ന ഈ 3 സർവേകളും ഞാൻ മാറ്റിവെക്കുന്നു, അത് എടുക്കുന്നില്ല. ഞാൻ ഇന്ന് എടുക്കുന്നത്, ഇന്ന് ഈ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില സാമുദായിക നേതാക്കന്മാർ നടത്തിയുള്ള പ്രതികരണമാണ്. ഒന്ന്, ശ്രീ സുകുമാരൻ നായർ, NSSന്റെ നേതാവായിട്ടുള്ള ശ്രീ സുകുമാരൻ നായർ പറഞ്ഞുള്ളത്, ഞങ്ങൾ ശരിദൂരമല്ല, ഇത്തവണ സമദൂരമാണ്. അത് തന്നെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും മതേതരത്വത്തിന്റെ നിലനിൽപ്പിനും വേണ്ടിയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. അതിന്റെ അർത്ഥം ഇവിടെ നമുക്ക് കുറച്ച് ആലോചിച്ചാൽ അറിയാവുന്നതാണ്, മതേതരത്വത്തിന്റെ നിലനിൽപ്പ് എന്നുള്ളതിന്റെ അർത്ഥം BJPക്ക് വോട്ട് പോവാതിരിക്കണം എന്ന് തങ്ങളുടെ അണികളോട് പറയുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ആൾ പറഞ്ഞിട്ടുള്ളത് ശ്രീ ആലഞ്ചേരി പിതാവാണ്. ആ ആർച്ച് ബിഷപ്പായിട്ടുള്ള ശ്രീ ആലഞ്ചേരി പിതാവ് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഈ പുതിയതായിട്ടുള്ള പുതിയ പ്രതിഭാസങ്ങളുടെ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. പുതിയ പ്രതിഭാസം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടും അറിയാം. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു BJPയും BDJS കൂടി ചേർന്ന് വന്നിട്ടുള്ള ഒരു സാമുദായിക ധ്രുവീകരണത്തിന്റെ ഒരു ശ്രമം, അതിനെതിരായിട്ടുള്ള ഒരു വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം പറഞ്ഞു. KCBCയുടെ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ UDF അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ്. നേരത്തെ അവരങ്ങനെ ഒരു പ്രസ്താവന വന്നതാണ്, അതങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നോക്കണം. ഏറ്റവും ശ്രീ ഫ്രാൻസിസ് കല്ലറക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അഴിമതി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, മതേതരത്വം ഇവിടെ കാത്തു സൂക്ഷിക്കേണ്ട വിഷയം. ഇത്രയും പേരുടെ പ്രതികരണം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വെച്ച് മാത്രം നോക്കിയാൽ നമുക്കറിയാം ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷം എങ്ങനെ ഏത് നിലയിൽ പെരുമാറണമെന്നും ഈ NSS ഏതൊക്കെ രീതിയിൽ വോട്ട് ചെയ്യണമെന്നുള്ള പറയലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് പിന്നീട് മുസ്ലിം വിഭാഗങ്ങളുടെ ഭാഗത്ത് സ്വാഭാവികമായിട്ടും BJP എന്ന ഒരു പേടി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു
ആത്മവിശ്വാസം ഇവർക്ക് ആർക്കും പലപ്പോഴും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രതികരണം. നമ്മൾ എക്സിറ്റ് ഫലങ്ങൾ ഒന്നും നോക്കണ്ടില്ല. അതിന് മുൻപേ തന്നെ ടുഡേസ് ചാണക്യ LDF-ന് പ്രവചിച്ച വോട്ട് ശതമാനം പറഞ്ഞിരുന്നു. ടുഡേസ് ചാണക്യ പ്രവചിക്കുന്ന സീറ്റുകൾ LDF-ന് സംസ്ഥാനത്ത് 75 സീറ്റും UDF-ന് 57 സീറ്റും BJP-ക്ക് 8 സീറ്റുമാണ്. BJP-ക്ക് ഏറ്റവും അധികം സീറ്റ് നൽകിയ സർവേ ടുഡേസ് ചാണക്യയാണ്. ടുഡേസ് ചാണക്യ ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് 167 സീറ്റാണ് നൽകിയത് എന്നുള്ള കാര്യം ഞാൻ മറക്കുന്നുമില്ല. ഏതായാലും BJP-ക്ക് 8 സീറ്റ് ടുഡേസ് ചാണക്യ നൽകുന്നു. LDF-ന് 75 സീറ്റും UDF-ന് 57 സീറ്റും. അതാണ് ഇപ്പോൾ പുറത്തു വന്ന ഒരു സർവേ ഫലം. ശ്രീ KN ഖാദർ, ഒരു സർവേ സൂചിപ്പിക്കുന്നത് മുസ്ലിം വോട്ടുകൾ എടുത്താൽ 47% UDF-ന് അനുകൂലമാകും, 40% ഇടതു മുന്നണിക്ക് അനുകൂലമാകും എന്നുള്ളതാണ്. അങ്ങനെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മുൻപത്തേക്കാൾ കൂടുതൽ സമാഹരിക്കുന്ന വിധത്തിലേക്ക് ഭൂരിപക്ഷ വർഗീയതയെ എതിരിടാൻ ഏറ്റവും നല്ലത് ഇടതുപക്ഷമാണ് എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വോട്ട് ഷിഫ്റ്റിംഗ് ഇടതുപക്ഷത്തേക്ക് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് നടക്കുന്നുണ്ടോ? തീർച്ചയായും അത് ശരിയായൊരു കാര്യമല്ല. അങ്ങനെ ഒരു വോട്ട് ഷിഫ്റ്റിംഗ് നടന്നിട്ടില്ല. അങ്ങനെ വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചില ആളുകൾ ശ്രമിച്ചിരുന്നു. പക്ഷേ ന്യൂനപക്ഷങ്ങൾക്ക് അതൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യയിൽ 2 സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. 29 സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന പാർട്ടികൾ, പ്രത്യേകിച്ച് നാഷണൽ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ, അവർക്ക് ഈ ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള ത്രെട്ട് നേരിടാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കാത്ത ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ വളരെ അപൂർവമാണ്. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിയാൽ ഇതൊരു നാഷണൽ ഇഷ്യൂ ആണ്. ഈ വർഗീയതയും ഫാസിസവും BJP-യുടെ ത്രെട്ടും ഒരു നാഷണൽ ഇഷ്യൂ ആണ്. ഒരു നാഷണൽ ഇഷ്യൂവിനെ ദേശീയ തലത്തിൽ തന്നെ നേരിടണം. അതിന് ഇടതുപക്ഷത്തിന് കഴിയില്ല എന്ന് ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല ഈ സർവേകൾ തന്നെ പലതായിട്ട് വന്നല്ലോ അഭിലാഷ്. പലതായിട്ട് വന്നതുകൊണ്ട് ഈ സർവേ നടത്തിയ എല്ലാവരെയും കൂടി നിങ്ങളൊരു ചർച്ചയിൽ കൊണ്ടുവന്നാൽ ഇതിൻ്റെ കള്ളി വെളിച്ചത്താവും. വാസ്തവത്തിൽ 100ഉം 108ഉം വരെ പറയുന്നവരും വളരെ പരിമിതമായിട്ട് കാര്യങ്ങൾ പറയുന്നവരുമായിട്ടുള്ള ഈ സർവേകൾ തന്നെ ഡിഫറൻ്റ് ആവുമ്പോൾ തന്നെ അത് റിയൽ അല്ല എന്നുള്ളതിന് ധാരാളം തെളിവുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എൻ്റെ ഒരു ഷാർപ്പായിട്ടുള്ള ഒപ്പീനിയൻ, ഒരു 80 സീറ്റിൽ താഴെ ഐക്യജനാധിപത്യ മുന്നണി നേടി വീണ്ടും ഭരണത്തിലെത്താനാണ് സാധ്യത. ഒന്ന്, ഇടതുപക്ഷം ഒരു മുദ്രാവാക്യത്തിൻ്റെ മുകളിൽ ഫോക്കസ് ചെയ്തിട്ടൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പോകാൻ സാധിച്ചിട്ടില്ല. UDF നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ധാരാളമായി ഞാൻ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ഇതുവരെ വന്ന സർവേകളുടെ ഒരു ആവറേജ് എടുക്കുകയാണ് എങ്കിൽ ഇതൊക്കെ അവിടെയും മുൻതൂക്കം LDF-നാണ്. 4 സർവേകളാണ് ഇതിനോടകം വന്നിട്ടുള്ളത്. അതിലൊരു സർവേയാണ് UDF-ന് നേരിയ മുൻതൂക്കമുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ വന്ന സർവേകളുടെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്: കേരളത്തിൽ LDF-ന് 80 സീറ്റ്, UDF-ന് 57 സീറ്റ്, BJP-ക്ക് 2 സീറ്റ്. ശ്രീ TG മോഹൻദാസ്, BJP-ക്ക് 11% വോട്ടാണ് ഒരു സർവേ പറയുന്നത്. BJP 14% വോട്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയതാണ്. അപ്പോൾ BJP-യെ സംബന്ധിച്ച് ആ ഷെയർ കൂട്ടുക എന്നുള്ളതാണ് സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ഇവിടെ ഒരു സർവേ, ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചാണക്യയുടെ സർവേ 8 സീറ്റ് വരെ BJP-ക്ക് നൽകുന്നുണ്ട് എങ്കിലും നിങ്ങൾ റിയലിസ്റ്റിക്കായി പ്രതീക്ഷിക്കുന്നത് എന്താണ്? വോട്ട് ഷെയർ എത്ര ഉയർത്താൻ സാധിക്കും? അത് സീറ്റായി പരിവർത്തനം ചെയ്യാൻ എത്ര ഇടങ്ങളിൽ സാധിക്കും? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അഭിലാഷ് എനിക്ക് ഒരേ ഒരു ഡാറ്റ കൂടെ വേണം. ഈ അതേഴ്സ് 11% വോട്ട് എന്ന് ഈ സർവേയിലുണ്ട്. 11% വോട്ട്, അതായത് BJP-ക്ക് തുല്യമായ വോട്ട് പിടിക്കുന്ന അതേഴ്സ് ആരാ ഉള്ളത് കേരളത്തിൽ? PC ജോർജ് ഒറ്റയ്ക്ക് 11% വോട്ട് പിടിച്ചോ? സാധ്യതയില്ല. ആരാ ഈ അതേഴ്സ്? എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ BDJS-ന്, ഈ സി വോട്ടർ എന്നൊക്കെ പറയുന്ന വടക്കുള്ള ആൾക്കാരല്ലേ, BDJS-നെ അവർ പ്രത്യേക ഒരു പാർട്ടി ആയിട്ടാണോ കൂട്ടിയിരിക്കുന്നത്? കാരണം അവർ പറഞ്ഞിരിക്കുന്നത് BJP-യുടെ വോട്ടിംഗ് ശതമാനമാണ്, NDA അല്ല. ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ് കേട്ടോ, ഞാനൊരു അവകാശവാദം ഉന്നയിക്കുകയല്ല. എക്സിറ്റ് പോളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയല്ല. എക്സിറ്റ് പോൾ ശരിയാണെങ്കിൽ ഇത് മോശമായ റിസൾട്ടാണെന്ന് ആദ്യം തുറന്ന് സമ്മതിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ എന്നെ സംശയിക്കരുത്. എക്സിറ്റ് പോളിൻ്റെ റിസ്ക് വെച്ചുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ശരിയാണ് എന്ന് വിചാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ 11% മനസ്സിലായില്ല. അതിൻ്റെ ബ്രേക്കപ്പ് അവർ തന്നിട്ടുണ്ടോ? അത്തരത്തിലൊരു കണക്ക് ഈ സർവേകൾ ഒന്നും തന്നെ തന്നിട്ടില്ല. പക്ഷേ താങ്കൾ പ്രതീക്ഷിക്കുന്ന പോലെ, അല്ലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ, ഈ അതേഴ്സ് എന്ന് പറയുന്നത് PC ജോർജ് ഉൾപ്പെടുന്ന ഒരു വിഭാഗമാകാം, അല്ലെങ്കിൽ
അത് BDJS ആകാം. BDJS ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ നിലയ്ക്ക് അതിനെ കാണാനായിരിക്കാം ഒരുപക്ഷെ താങ്കൾക്കും താല്പര്യം. അതായിരിക്കാം ഈ സർവേ നടത്തിയ ടീമും ആ നിലയ്ക്ക് തന്നെ ആയിരിക്കാം അതിനെ കണക്കിലെടുത്തിരിക്കുന്നതെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. വിജയകുമാർ, എൻ്റെ താല്പര്യം ഇതിലെടുക്കണ്ട. കാരണമേ, ഞാനിപ്പോൾ എക്സിറ്റ് പോൾ കണ്ടിട്ട് മുഹമ്മദ് റിയാസിനെ പോലെ തുള്ളിച്ചാടുന്ന പ്രായം എൻ്റെ കഴിഞ്ഞുപോയി. 1965 മുതൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ളവനാണ് ഞാൻ. മത്സരിക്കുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഏകദേശം ഇതൊക്കെ ജോണി നെല്ലൂരിനും മനസ്സിലാവും, ശ്രീ KN ഖാദറിനും മനസ്സിലാവും, സജീവനും മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയോ തെരഞ്ഞെടുപ്പുകൾ, എത്രയോ തോൽവികൾ, എത്രയോ വിജയങ്ങൾ, ആഘോഷങ്ങൾ, ചെണ്ടകൊട്ട് ഒക്കെ കണ്ട് പദം വന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ മുഹമ്മദ് റിയാസിനെ പോലെ പെട്ടെന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ കിട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടുന്ന ആ അവസ്ഥ കഴിഞ്ഞു. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം BJPക്ക് 0 മുതൽ 4 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞെട്ടലും ഉണ്ടാവില്ല. ഉണ്ടാവുന്ന കാലം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആകെ പറയുന്നത്, ചരിത്രത്തിൽ ഇന്ന് വരെ 11% വോട്ട് കേരളത്തിൽ സ്വതന്ത്രന്മാരോ അല്ലെങ്കിൽ കൊച്ചു പാർട്ടികൾ, ഇപ്പോൾ SDPI എന്നൊക്കെ പറഞ്ഞ് മത്സരിക്കുന്നവരുണ്ടല്ലോ, മറ്റേ മായാവതിയുടെ പാർട്ടി, RJD എന്ന് പറഞ്ഞിട്ട് ലാലു പ്രസാദിൻ്റെ, അവരൊക്കെ നിൽക്കാറുണ്ട്. ഇവരൊക്കെ ചേർന്ന് 11% വോട്ട് പിടിച്ചത് എൻ്റെ ഓർമ്മയിലില്ല. അതുകൊണ്ട് ന്യായമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഈ 11%-ൽ ഏകദേശം ഒരു 10% എങ്കിലും അല്ലെങ്കിൽ 10% BDJSന്റെ വോട്ടായിരിക്കണം. അങ്ങനെ ഒരു പ്രതീക്ഷ താങ്കളെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യമെടുത്താൽ 1% വോട്ട് വീതം വെൽഫെയർ പാർട്ടിക്കും SDPIക്കും ഉണ്ട്. പിന്നെ പൂഞ്ഞാറിൽ PC ജോർജിന്റെ പാർട്ടി, SP, BSP അങ്ങനെയുള്ള പലതരത്തിലുള്ള അതേഴ്സ് ഉണ്ട്. പക്ഷേ തീർച്ചയായും താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ BDJSന്റെ ഷെയർ കൂടി കൂട്ടിയിട്ടായിരിക്കാം ഇവിടെ ഈ 11% വോട്ട്. അഭിലാഷ്, ഇതുവരെ വന്ന സർവേകൾ, എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് കേരളത്തിൽ ഇടതുപക്ഷം 88 മുതൽ 101 വരെ സീറ്റ് നേടും എന്നാണ് പ്രവചനം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സീറ്റ് ഇടതുമുന്നണിക്ക് പ്രവചിക്കുന്നത് ഈ സർവേയാണ്. UDF 38 മുതൽ 41 സീറ്റുകളിൽ ഒതുങ്ങുമെന്നും ഈ സർവേ പറയുന്നുണ്ട്. BJPക്ക് 0 മുതൽ 3 സീറ്റ് വരെ ലഭിക്കാം. മറ്റുള്ളവർക്ക് 1 മുതൽ 4 സീറ്റുകൾ വരെയും ലഭിക്കാമെന്ന് ഈ സർവേ പറയുന്നു. LDFന് 43% വോട്ടും UDFന് 35% വോട്ടും BJPക്ക് 11% വോട്ടുമാണ് ഈ സർവേ പറയുന്നത്. LDF 74 മുതൽ 82 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് സി വോട്ടർ സർവേ പ്രവചിക്കുന്നു. UDFന് 54 മുതൽ 62 സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട്. NDAക്ക് 4 സീറ്റ് വരെ ലഭിക്കാമെന്നും ഈ സർവേ പറയുന്നുണ്ട്. മറ്റുള്ളവർക്കും ഒരു 4 സീറ്റ് ലഭിക്കാനുള്ള സാധ്യത ഈ എക്സിറ്റ് പോൾ പ്രവചനത്തിലുണ്ട്. LDFന് 78 സീറ്റ് നേടി LDF അധികാരത്തിൽ വരുമെന്നാണ് ഇന്ത്യ TV പുറത്തുവിട്ട സർവേ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. UDFന് 58ഉം BJPക്കും മറ്റുള്ളവർക്കും 2 സീറ്റുകൾ വീതം ലഭിക്കാമെന്നും ഇന്ത്യ TVയുടെ സർവേ പറയുന്നു. കേരളത്തിൽ തൂക്ക് സഭയ്ക്ക് സാധ്യതയെന്ന് ന്യൂസ് നേഷൻ എക്സിറ്റ് പോൾ ഫലം സൂചിപ്പിക്കുന്നു. UDFന് 70 സീറ്റും LDFന് 69 സീറ്റും BJPക്ക് 1 സീറ്റും ലഭിക്കുമെന്ന് പറയുന്നു. മറ്റൊരു സർവേ കൂടിയുണ്ട്. അഭിലാഷ്, ടുഡേസ് ചാണക്യയുടെ സർവേയാണ് തൂക്ക് സഭ പ്രവചിക്കുന്നത്. അവിടെ നേരിയ ഭൂരിപക്ഷം UDFന് പ്രവചിക്കുന്നുണ്ട്. 2 സർവേകൾ, ഒരുപക്ഷെ കൗതുകമെന്ന് തോന്നുന്നു, 2 സർവേകൾ കേരളത്തിൽ ഒരു തൂക്ക് സഭ പ്രവചിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതും അങ്ങേറ്റം കൗതുകവും ഏറെ രാഷ്ട്രീയ പ്രാധാന്യവും ഉള്ള ഒരു വിവരം തന്നെയാണ്. ശ്രീ ജോണി നല്ലൂർ, എങ്ങനെ ഒരു രാഷ്ട്രീയമായ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ വേണമല്ലോ? നമ്മൾ സർവേകൾ മാറ്റി നിർത്തിയാൽ പോലും ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ വേണമല്ലോ. വോട്ടെടുപ്പ് കഴിഞ്ഞു, എല്ലാ മുന്നണികളും അവരുടെ വാർ റൂമിലിരുന്ന് കണക്കുകൂട്ടലുകൾ നടത്തുകയാണല്ലോ. ഒരു UDFന്റെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയാണല്ലോ താങ്കൾ. ഒരു വിലയിരുത്തൽ, സത്യസന്ധമായ ഒരു വിലയിരുത്തൽ, ഈ സർവേകളിൽ പറഞ്ഞതുപോലെ ഇടതുമുന്നണിക്ക് ഒരു നേരിയ എഡ്ജെങ്കിലും ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ UDF സമ്മതിക്കാൻ തയ്യാറുണ്ടോ? വിജയകുമാറെ, 1967 മുതൽ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ രംഗത്ത് ഇടപെടുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ കാല അനുഭവങ്ങളൊക്കെ മുൻനിർത്തി പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ ഒരു വിജയം ഉണ്ടാകുമെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഒരു വികാരം അക്രമത്തിനെതിരെ, അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും എതിരെ ചിന്തിക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷ ആളുകളും. സമാധാന അന്തരീക്ഷം ഇവിടെ നിലനിൽക്കണം, അതുപോലെ തന്നെ കേരളത്തിൽ വികസനം തുടർന്നുണ്ടാകണം, ക്ഷേമ പദ്ധതികളൊക്കെ തുടരണം എന്നാഗ്രഹിക്കുന്ന ഒരു ജനസമൂഹം കേരളത്തിലുള്ളപ്പോൾ അത് UDFന് അനുകൂലമാകും. ഇപ്പോൾ മറുഭാഗത്ത് വേണമെങ്കിൽ പറയാവുന്ന അഴിമതി ആരോപണങ്ങളും മറ്റുമൊക്കെയാണ്. അഴിമതി ആരോപണങ്ങൾ മാത്രമാണ്, യാഥാർത്ഥ്യങ്ങളും അതിന് ബന്ധമില്ല. അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾ തള്ളിക്കളയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഏതായാലും ഒരു കാര്യം പറയാം, സർവേകളിൽ എന്തൊക്കെ പറഞ്ഞാലും
മറ്റന്നാൾ ഇപ്പോൾ എല്ലാ നിയോജകങ്ങളിലെ വോട്ടുകൾ പെട്ടിക്കകത്തായി. 19-ാം തീയതി നമുക്കൊരു 11 മണിയാകുമ്പോഴേക്കും കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ കേരളത്തിൽ അടുത്ത ഭരണം ആർക്കെന്ന് അറിയാൻ കഴിയും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു UDFൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നു, വലിയ ഭൂരിപക്ഷമൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, ഒരു 73 മുതൽ 78 വരെ സീറ്റുകൾ UDFന് കിട്ടാം. അതാണ് ശ്രീ മുഹമ്മദ് റിയാസ്. അത്തരുണത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ, നടന്ന രാഷ്ട്രീയ മത്സരത്തിൻ്റെ സ്വഭാവം, ഇതൊക്കെ കണക്കിലെടുത്ത് വിജയിക്കുന്ന മുന്നണിക്ക് 70-നും 80-നും ഇടയിലുള്ള സീറ്റ് എന്നുള്ളതാണ് രാഷ്ട്രീയ നേതാക്കളുടെ ഒരു പൊതു വിലയിരുത്തൽ. അതിനപ്പുറത്തുള്ള ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകണമെങ്കിൽ ശക്തമായ ഒരു തരംഗം ഈ സംസ്ഥാനത്ത് ഉണ്ടാകണമായിരുന്നു. അങ്ങനെയൊന്നും ഉപരിതലത്തിൽ ദൃശ്യമല്ല. അടിത്തട്ടിൽ അങ്ങനെയൊന്നും ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഒന്ന് അഭിലാഷ്, ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ എക്സിറ്റ് പോളുകളും അതിനു മുമ്പ് വന്ന സർവേകളും ഇത്ര പോരാ എന്ന അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തുള്ളിച്ചാടിയിട്ടില്ല. പക്ഷേ ഇന്നലെ വരെ, തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ചർച്ച ചെയ്യുമ്പോൾ സർവശക്തി ഉപയോഗിച്ച് ചർച്ച ചെയ്ത ശ്രീ മോഹൻദാസിൻ്റെ നിരാശ മനസ്സിലായി. നാട്ടിൻപുറത്ത് പറഞ്ഞാൽ ആകെ വേറൊരു ഭാഷ ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, പറയുന്നത് മോശമാണ്. അപ്പോൾ വല്ലാത്തൊരു നിരാശ അദ്ദേഹത്തിനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അമിത്ഷായൊക്കെ പറയുന്നത് പോലെ ആകെ അദ്ദേഹം വിശ്വസിച്ചു, ഗുജറാത്ത് പോലെയൊക്കെ കേരളം ക്ലീൻ സ്വീപ്പായി BJP അടിച്ചു കയറും എന്നൊക്കെ വിശ്വസിച്ചു തോന്നുന്നു. ആ നിരാശയാണ് വ്യക്തിപരമായി സാധാരണ ചർച്ചകളിൽ അറ്റാക്ക് ചെയ്യാത്ത അയാൾ പോലും വ്യക്തിപരമായി ഒരു പ്രായത്തെ വെച്ചുകൊണ്ട് അറ്റാക്കിങ് നടത്തിയത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അദ്ദേഹം മുൻകാല അനുഭവമുള്ള ആളാണ്, ഒക്കെ ശരി. അത് അന്നേ ജനിച്ചു, ഞാൻ അന്ന് ജനിച്ചതല്ല, എൻ്റേതായ കാരണത്താലല്ല, ഞാൻ കുറച്ച് വൈകി ജനിച്ചയാളാണ്. അപ്പോൾ അത് ഈ ചർച്ചയ്ക്ക് വിടേണ്ടതില്ല. പക്ഷേ ഇവിടെ വിഷയം എന്താ? ഇവിടെ വിഷയം വളരെ ഗൗരവം. ഞാനിപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു, ഈ എക്സിറ്റ് പോളിൻ്റെ അപ്പുറത്തേക്കായിരിക്കും കേരളത്തിലെ ജനങ്ങൾ ഈ ഭരണത്തിനെ ശരിപ്പെടുത്തുക. അതൊന്നും ഈ എക്സിറ്റ് പോളിനകത്ത് വന്നിട്ടില്ല. ഭരണത്തിനെതിരെയുള്ള കടുത്ത വികാരം ഇപ്പം ഈ എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടിയതിനേക്കാൾ അപ്പുറമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഏതടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്? ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്നറിയാനുള്ള മീറ്റർ ഒന്നും എവിടെയും ഇല്ലല്ലോ. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോഴല്ലേ അറിയൂ. അല്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലേ എന്നറിയുന്നത് ഭരണം നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. കാരണം ജനവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് ഭരണവിരുദ്ധ വികാരമായി മാറിത്തരും. ഭരണകൂടം ജനങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കാത്ത ഏത് ഘട്ടത്തിലും ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും രൂപപ്പെടും. തർക്കമില്ലാത്തൊരു കാര്യമാണ്. കാരണം കേരളത്തിലെ ഏത് കാലഘട്ടത്തിലും ഭരിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള മുന്നണികൾ പുറത്തു പോയിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ. കഴിഞ്ഞ തവണത്തെ ഇടതുപക്ഷ ഭരണവും പുറത്തേക്കുള്ള വഴി കണ്ടെത്തിയത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള ഭരണവും അതേപോലെ തന്നെ പുറത്തേക്ക് പോകുന്നത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ വലിയ തരത്തിൽ രാഷ്ട്രീയ സാക്ഷരത ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ഇച്ഛാശക്തികൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ ഭരിക്കാനായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് കുറേ നാളുകളായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിലവിലുള്ളതായിട്ടുള്ള ഭരണകൂടം എന്ന് പറയുന്നത് അഴിമതിയുടെ ഭരണകൂടമാണ് എന്നുള്ള ഒരു സന്ദേശമാണ് നൽകുന്നെങ്കിൽ ജനങ്ങൾ പറയും ഈ അഴിമതിയുടെ ഭരണം പുറത്തു പോകട്ടെ എന്ന്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. ഈ ഭരണത്തിൻ്റെ വിധിയെഴുത്ത് വന്നു കഴിയുന്ന സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം തന്നെ വലിയ പുനഃപരിശോധന നടത്തുകയും അവരുടെ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള രീതിയിലേക്ക് പുനഃസൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ള സന്ദേശമാണ് പൊതുസമൂഹം അവരുടെ മുന്നിൽ വെക്കുന്നത്. അതവർ തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ TG മോഹൻദാസ്, ഇവിടെ നമ്മൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ വളരെ കൗതുകമുള്ള ചില കണക്കുകളുണ്ട്. BJP വലിയ തോതിൽ മുന്നേറ്റം നടത്തുന്നു എന്ന പ്രചണ്ഡമായ പ്രചാരണം ന്യൂനപക്ഷങ്ങളെ ഒരു കേന്ദ്രീകരണത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആ കേന്ദ്രീകരണം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായിരുന്നു. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന കണക്കുകൾ പരിശോധിച്ചാൽ അത് ഈ തെരഞ്ഞെടുപ്പിലും LDFന് അനുകൂലമാണ്. UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ, പരമ്പരാഗതമായി UDFനെ സഹായിച്ച കേന്ദ്രങ്ങളിൽ അവർക്കുണ്ടായ തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട കാരണം ഈ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ ഇടതുമുന്നണിയിലേക്ക് കേന്ദ്രീകരിച്ചു എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം BJP നടത്തിയ പ്രചണ്ഡമായ പ്രചാരണവും ജയിക്കും എന്ന തോന്നൽ ഉളവാക്കുന്ന തരത്തിലുള്ള പ്രചാരണവുമായിരുന്നു. ദേശീയ നേതാക്കന്മാരടക്കം ഇവിടെ പ്രചാരണം നടത്തി എന്നതിൻ്റെ ഗുണം BJPക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ മറ്റൊരു തലത്തിൽ അത് ഇടതുമുന്നണിക്ക് ലഭിച്ചു എന്നതാണ് വിലയിരുത്തൽ.
അങ്ങനെ സംഭവിച്ചിട്ടില്ല വിജയകുമാർ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ശ്രീ മുഹമ്മദ് റിയാസിനെ ഒട്ടും അപമാനിക്കാൻ മനസ്സിൽ വിചാരിച്ചതല്ല. അദ്ദേഹം ഈ എക്സിറ്റ് പോളിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാതെ, ഞാൻ നേരത്തെ ചോദിച്ചൊരു 11% ബ്രേക്കപ്പ് ഉണ്ടല്ലോ, അത് BDJS ആയാലുള്ള കഥ എന്താണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതൊന്നും ചിന്തിക്കാതെ അദ്ദേഹം ഒരു ഇടത് തരംഗമുണ്ട് എന്നൊക്കെ ഒരു ജംപ്ഡ് ഇൻ ടു കൺക്ലൂഷൻ വന്നപ്പോൾ ആ ആവേശത്തിൻ്റെ പിന്നിൽ ആ പ്രായത്തിൻ്റെ ഒരു എടുത്തുചാട്ടമാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. അത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിർവ്യാജം മാപ്പ് പറയുന്നു. ഞാനത് അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ മുഹമ്മദ് റിയാസ് അങ്ങനെ ധരിക്കരുത്. അത് മാത്രവുമല്ല, ഒറ്റ കാര്യം കൂടെ, മുഹമ്മദ് റിയാസ് എന്തോ കാര്യം പറയാൻ വന്നിരുന്നു. അത് അശ്ലീലമൊന്നും അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞോളൂ, എനിക്കതൊക്കെ താങ്ങാനുള്ള തൊലിക്കെട്ടിയുണ്ട്. ഞാനും ഈ രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന ആളാണല്ലോ. അതൊന്നും സാരമില്ല. മുഹമ്മദ് റിയാസ് ധൈര്യമായിട്ട് സംസാരിച്ചോളൂ. ഇനി അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലൊക്കെ തന്നെ നമ്മളൊക്കെ പൊതുപ്രവർത്തകരല്ലേ എന്ന് അല്പം ഏറിയാലും കുറഞ്ഞാലും സാരമില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാം, അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷ ധ്രുവീകരണം ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും അധികം ഈ ദാദ്രി, ബീഫ്, JNU ഇതുപോലത്തെ ഒരുപാട് വിഷയങ്ങൾ പ്രത്യക്ഷത്തിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയും BJPയെ ആക്രമിക്കുകയും ചെയ്യുന്നു എന്ന് തോന്നലുണ്ടാക്കുന്ന വിഷയങ്ങൾ ഏറ്റവും അധികം പൊങ്ങി വന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താ? 37.33 LDFന്, 37.23 UDFന്. 0.1% വ്യത്യാസത്തിലാണ് പഞ്ചായത്തിൽ ചെറിയ ചെറിയ വാർഡുകളും ഒക്കെ ആണല്ലോ. ഒരു അപ്പർ ഹാൻഡ് LDFന് കിട്ടിയത് ഈ 0.1%. BJPക്ക് 15%. അപ്പോൾ ഞങ്ങളുടെ വോട്ട് കൂടിയോ കുറഞ്ഞോ? എവിടെ പോയി ന്യൂനപക്ഷ കൺസോളിഡേഷൻ? ആ ഇഷ്യൂ ഒന്നുമില്ലാതിരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ എൻ്റെ ഒരു ആരോപണമാണ്, LDFന് ഭയമായിരുന്നു ആ ഇഷ്യൂസ് എടുക്കാൻ. കനയ്യകുമാറിനെ കൊണ്ടുവരാൻ 2 തവണ പ്ലാൻ ചെയ്തെങ്കിലും കൊണ്ടുവരാതെ പിന്നീട് മനസ്സോടെ ഒന്ന് പട്ടാമ്പിയിൽ പ്രസംഗിച്ച് തിരിച്ചു കൊണ്ടുപോയി. കൊണ്ടുവരാൻ പ്ലാൻ ചെയ്ത കഴിഞ്ഞ മാസം 12-ാം തീയതി ഉറപ്പായിട്ട് പുത്തരിക്കണ്ടം മൈതാനിൽ എന്നൊക്കെ പറഞ്ഞതാണ്. ഒടുവിൽ അതൊന്നും ചെയ്തില്ല. കാരണം ശരി, റിയാസ് മറുപടി പറയും. അതിനു മുൻപ് ശ്രീ KN ഖാദർ, ഇവിടെ ഈ സൂചിപ്പിക്കപ്പെട്ട BJP പേടിയുടെ കാര്യമുണ്ടല്ലോ, അതിപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം എന്നുള്ള നിലയിൽ എടുക്കേണ്ടതില്ല. ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ലല്ലോ BJP ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കുന്നതിനോട് അസഹിഷ്ണുത അല്ലെങ്കിൽ എതിർപ്പ് ഉള്ളത്. മറിച്ച് നമ്മൾ സെക്കുലർ വോട്ടുകൾ എന്ന് വിളിക്കുന്ന BJP പോലൊരു കക്ഷി കേരളത്തിൽ ഒരു രാഷ്ട്രീയ അധികാരം കൈയാളുന്ന പാർട്ടിയായി മാറരുത് എന്ന ആഗ്രഹമുള്ള മുഴുവൻ ആളുകളുടെയും ഒരു കേന്ദ്രീകരണം ഉണ്ടാകുമല്ലോ. വേണമെങ്കിൽ മതേതര വോട്ടുകളുടെ കേന്ദ്രീകരണം എന്ന് വിളിക്കാം. അങ്ങനെ ഒരു കേന്ദ്രീകരണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആനുകൂല്യം UDFനേക്കാൾ കൂടുതൽ ഈ സർവേകൾ ശരിയാണെങ്കിൽ LDFന് കിട്ടുന്നു എന്നുള്ളത് വസ്തുതയല്ലേ? അല്ല, അത് അങ്ങനെ ഒരു നിഗമനം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഭാരതീയ ജനതാ പാർട്ടിയും കക്ഷികളും അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് അസംഭാവ്യമായ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞപ്പോഴാണല്ലോ നമ്മൾ ഗോൾ പോസ്റ്റ് മാറ്റി മതേതര കൺസോളിഡേഷൻ. ന്യൂനപക്ഷ കൺസോളിഡേഷൻ വിളിക്കേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ടി മോഹൻദാസ്. ഇപ്പോൾ BJP കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കരുത് എന്ന ആഗ്രഹം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രമല്ലല്ലോ. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഒരു നിമിഷം, ഇനി ശ്രീ KN ഖാദറിന്റെ അക്കാര്യത്തിലുള്ള അഭിപ്രായം കേൾക്കണം. ശ്രീ KN ഖാദർ. അല്ല, അത് അഭിലാഷ് പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. BJP എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിൽ വരുന്നതിനെ ഭയപ്പെടുകയല്ല, അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ എതിർക്കുക. അതാണല്ലോ രാഷ്ട്രീയത്തിൽ ചെയ്യുക. ഒരാൾ മറ്റൊരാളെ ഭയപ്പെടുന്നതിൽ അർത്ഥമില്ല. ഭാരതീയ ജനതാ പാർട്ടി അവർ സ്വീകരിക്കുന്ന പോളിസി, കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നയം, അതിൻ്റെ ഫാഷിസ്റ്റ് പ്രവണത, കമ്മ്യൂണലായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ബഹുസ്വരതയ്ക്ക് അവരുയർത്തുന്ന വെല്ലുവിളി, ഈ വിഷയത്തെ ചെറുത്ത് തോൽപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത് എപ്പോഴും മതേതര ശക്തികളാണ്. അത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഇഷ്യൂ അല്ല, ഒരു ക്രിസ്ത്യൻ ഇഷ്യൂ അല്ല, ഒരു മുസ്ലിം ഇഷ്യൂ അല്ല. ദാറ്റ്സ് എ പൊളിറ്റിക്കൽ ഇഷ്യൂ, രാഷ്ട്രീയമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന, തൽക്കാലം കേന്ദ്രത്തിലും ഭരണമില്ലെങ്കിലും എല്ലാ 29 സംസ്ഥാനങ്ങളിലും വേരുകളുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ളൊരു മതേതര പാർട്ടി, അതുപോലെ ലല്ലു പ്രസാദിൻ്റെ പാർട്ടി, നിതീഷ് കുമാറിൻ്റെ പാർട്ടി, ഇവിടെ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, എല്ലാ സെക്കുലർ പാർട്ടീസും അലൈ ചെയ്തിട്ട് ഒരുമിച്ച് നിന്ന് നാഷണൽ കോൺഗ്രസ് പോലുള്ളൊരു നാഷണൽ പാർട്ടിയുടെ
കൂടെ നിന്ന് ചെറുത്ത് തോൽപ്പിക്കേണ്ടുന്ന ഒരു ഇഷ്യൂ ആണ് പൊളിറ്റിക്കലായിട്ട് BJPയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അതൊരു ന്യൂനപക്ഷത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. അതിന് ന്യൂനപക്ഷം കൺസോളിഡേറ്റ് ചെയ്ത് ഇടതുപക്ഷത്ത് പോയാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതാണ് താങ്കൾ അക്കാര്യത്തിൽ നിരീക്ഷിക്കുന്നത്.